ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചിക്കൻ കറി വയ്ക്കാനായിട്ട്. അപ്പോൾ ഇന്നലെ ചിക്കനൊക്കെ വാങ്ങി കഴുകി ക്ലീനാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. അപ്പോൾ രാവിലെ തന്നെ അത് കറിയാക്കുകയാണെങ്കിൽ പിന്നെ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ പിന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ പൂരി ആട്ടോ അതിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണത്. അപ്പോൾ പൂരിയുടെ മാവും കുഴച്ച് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായി. അപ്പോൾ പൂരിയും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള പൂരി കിട്ടണമെങ്കിൽ നമ്മൾ സാധാരണ ഏത് ആട്ടമാവാണെങ്കിലും, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആട്ടമാവ് ഏതായാലും അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പൂരി കിട്ടും കേട്ടോ. അകം നല്ല സോഫ്റ്റും ആയിരിക്കും, പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും. അങ്ങനെ പൂരി കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ ചിലർ 1 സ്പൂൺ റവയൊക്കെ ചേർക്കും കേട്ടോ. ഞാൻ അരിപ്പൊടിയും മൈദമാവും ചേർത്തിട്ടാണ് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് പൂരി കഴിക്കണം എന്ന് തോന്നുമ്പോൾ ചെയ്യാറ് അങ്ങനെയാണ്. സാധാരണ ആട്ടമാവിലേക്ക് ഒരു 2-3 സ്പൂൺ മൈദമാവും 1 സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കും. അങ്ങനെ ഉണ്ടാക്കിയ പൂരിയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചിക്കൻ രാവിലെ തന്നെ കറി വെച്ചുകൊണ്ട് ലഞ്ചിൻ്റെ കാര്യവും അതും കറി അത് മതിയാവും. അങ്ങനെ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാനായിട്ട് പറയുകയാണ്. അതായത് നമ്മൾ ഒരുപാട് പാവങ്ങളായിട്ടിരിക്കുന്നവരുടെ പുറത്ത് കുതിര കയറാനായിട്ട് മറ്റുള്ളവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. അതായത് നമ്മൾ ഈ പാവങ്ങളായിട്ടിരിക്കണം എന്ന് പറയണത് അത് അവരുടെ മനസ്സിൻ്റെ വലിപ്പമാണ്. കാരണം മറ്റുള്ളവർ അവരോട് തെറ്റ് ചെയ്താലും അവർക്ക് ക്ഷമിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അവർ മറ്റുള്ളവരോട് അങ്ങനെ ക്ഷമിച്ചു കൊടുക്കുന്നത്. അവരെ പാവങ്ങളായതുകൊണ്ടല്ല, അവർക്ക് അത്ര കരുത്തുണ്ട്, അവരുടെ മനസ്സിൻ്റെ കരുത്താണ് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരാളോട് ഒരു തെറ്റ് ചെയ്തു, അപ്പോഴും ക്ഷമിച്ചു, വീണ്ടും തെറ്റ് ചെയ്തു, വീണ്ടും ക്ഷമിച്ചു, ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ പാവങ്ങളായിട്ടിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവരെ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അവർക്ക് തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങളാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ചില സമയത്ത് പ്രതികരിക്കേണ്ട സമയത്ത് നമ്മൾ പ്രതികരിച്ച് തന്നെ ആവണം കേട്ടോ. കാരണം നമ്മളിങ്ങനെ ക്ഷമിക്കും തോറും മറ്റുള്ളവർക്ക് നമ്മളോട് എന്തും പറയാനുള്ള ഒരു ലൈസൻസായി. അവർക്ക് ഇവരോട് ഇപ്പോൾ എന്ത് പറഞ്ഞാലും അവളങ്ങനെയൊന്നും പ്രതികരിക്കുന്ന ആളല്ല, നമുക്ക് എന്തും പറയാം. അപ്പോൾ നമ്മളുടെ ക്ഷമയ്ക്ക് അവിടെ വിലയില്ലാതെയാവണമല്ലോ. നമ്മൾ ക്ഷമിക്കണത് അവർ മനസ്സിലാക്കണില്ല. നമ്മൾ ക്ഷമിക്കണത് അവരോടുള്ള ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടൊക്കെ ആയിരിക്കും. അത് പക്ഷെ കാണാനോ മനസ്സിലാക്കാനോ വിലയിടാനോ ആളില്ലാത്തടത്ത് നമ്മളത് വീണ്ടും വീണ്ടും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതിപ്പോൾ നമ്മുടെ മക്കളോടായാലും ഭർത്താവിനോടായാലും മാതാപിതാക്കളോടായാലും എല്ലാവരോടായാലും നമുക്ക് സ്നേഹം വേണം, ബഹുമാനം വേണം, അനുസരണ വേണം, എല്ലാം വേണം. പക്ഷേ നമ്മൾ മാത്രം അത് അവരിൽ നിന്നും തിരിച്ചും നമ്മൾക്കത് കിട്ടണം. നമ്മൾ മാത്രം ഇങ്ങനെ താഴ്ന്നു കൊടുത്തിരുന്നിട്ട് അവസാനം അത് നമുക്ക് തന്നെ വിഷമം, നമ്മൾ തന്നെ അതോർത്ത് ദുഃഖിക്കേണ്ടി വരും കേട്ടോ. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇത്രയും ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ട്, സഹിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ നമ്മളോട് ആ രീതിയിലല്ലല്ലോ പെരുമാറണത്. ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ, അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വന്നത് നമ്മുടെ തന്നെ കുഴപ്പം കൊണ്ടാണ്. അപ്പം നമ്മൾ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, മൂക്കില്ലാത്ത സ്ഥലത്ത് എന്തിനാണ് കസ്തൂരി വയ്ക്കണതെന്ന്. ശരിയല്ലേ? കസ്തൂരിയുടെ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല ഹൃദ്യമായ സുഗന്ധമാണ്. പക്ഷേ അത് ആസ്വദിക്കാനൊരു നമുക്ക് മണം കിട്ടണമെങ്കിൽ നമുക്ക് മൂക്ക് വേണമല്ലോ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ മൂക്കില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇത്രയും വലിയ സുഗന്ധം കൊണ്ടുപോയി വെച്ചിട്ട് അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ലല്ലോ. അതപ്പോൾ ആവശ്യമുള്ളിടത്ത് കൊണ്ടുപോയി വെച്ചാലല്ലേ അത് അനുഭവിക്കാൻ യോഗമുള്ളവർക്ക് അത് അനുഭവിക്കാൻ പറ്റുള്ളൂ. അതാണ് ആ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞോട്ടെ. പിന്നെ ഇതാ ഒരു ക്യാബേജ് ഉണ്ടായി, അപ്പോൾ അതരിഞ്ഞിട്ട് തോരൻ വയ്ക്കുകയാണ്. പിന്നെ പപ്പടം കൂടി വറുത്ത് കഴിഞ്ഞാൽ ലഞ്ചിൻ്റെ കാര്യങ്ങളായി. അപ്പോൾ ഉച്ചക്കത്തേക്ക് അപ്പോൾ ക്യാബേജും പപ്പടവും ചിക്കനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതങ്ങനെയായി. അപ്പം ഞാനിപ്പോൾ ഇതെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് വിചാരിക്കാനേ, എനിക്ക് ചെറിയൊരു അനുഭവം കിട്ടിയായിരുന്നു കേട്ടോ ഞാനങ്ങനെ ചിന്തിച്ചത്. കാരണം നമ്മളിങ്ങനെ ഒരുപാട് സാധുക്കളായിട്ട് ജീവിക്കാൻ പാടില്ല. എപ്പോഴും നമ്മൾക്ക് നമ്മുടേതായ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ അതൊക്കെ നമുക്ക് ചെയ്തിട്ട് വേണം നമ്മൾ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങൾക്കനുസരിച്ച് നമ്മൾ അവരുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാനുള്ളത് നമ്മൾ ചെയ്തു കൊടുക്കുക. പിന്നെ അവരിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ഇരിക്കുക.
കാരണം നമ്മൾ ഒരുപാട് പ്രതീക്ഷ വെച്ച് പുലർത്തുമ്പോഴാണ് നമുക്ക് വിഷമം വന്നതല്ലേ. നമ്മൾ ഞാൻ ഇത്രയും ചെയ്തിട്ടും അവർ ആ രീതിയിൽ നമ്മളെ പരിഗണിച്ചില്ലല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കണത്. അപ്പോൾ ഞാനിതൊക്കെ പറയുമ്പോൾ എനിക്ക് പേഴ്സണലായിട്ടുണ്ടായ അനുഭവമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. എൻ്റെ കൂട്ടുകാരിക്ക് ഒരു അനുഭവം എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അപ്പോൾ അത് ഞാനിങ്ങനെ ഷെയർ ചെയ്തതാണ്. അപ്പോൾ വൈകുന്നേരം ചായക്ക് പിന്നെ പഴംപൊരിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പഴംപൊരിയൊക്കെ കഴിച്ചു. പിന്നെ ചെടിയൊക്കെ നനയ്ക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോ